ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി സ്റ്റഡി GK. ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനി റൂൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രൗൺ റൂളിനെ പറ്റിയിട്ടാണ്. എല്ലാ എക്സാംസിനും ഒരേപോലെ ഉപകാരപ്പെടുന്ന തരത്തിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ഫോർമാറ്റിലാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ആക്ട് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പറ്റിയിട്ട് നമുക്ക് ആദ്യം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 റിവോൾട്ടിന് ശേഷമാണ് ഈ ആക്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലെഡ് ടു ദ എൻഡ് ഓഫ് കമ്പനി റൂൾ. അതായത് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായി അവസാനിച്ചു. അതുകൂടാതെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ക്രൗണിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി, അതായത് ഡയറക്റ്റ് കൺട്രോളിലായി. ഇനി ഈ ആക്ട് വഴി അതുവരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ എന്ന പദവി മാറ്റി വൈസ്രോയി എന്നാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണെന്ന് എക്സാംസിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. സോ അത് ഓർത്തിരിക്കുക, അതാരാണ്? ലോർഡ് ക്യാനിങ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. സോ റിമെമ്പർ ദിസ് പോയിന്റ്. കൂടാതെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പുതിയൊരു പദവി കൂടി ക്രിയേറ്റ് ചെയ്തു. ഇന്ത്യയിൽ സിവിൽ സർവീസ് ഔദ്യോഗികമായി രൂപപ്പെടുന്നതും ഇക്കാലത്താണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് രാജ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇനി നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പറ്റിയിട്ട് നോക്കാം. ദിസ് വാസ് ദ ഫസ്റ്റ് ആക്ട് ടു അലോ ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഇൻ ദ വൈസ്രോയിസ് കൗൺസിൽ. അതായത് വൈസ്രോയുടെ കൗൺസിലേക്ക് ഔദ്യോഗികമല്ലാത്ത അംഗങ്ങളായി, അതായത് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താൻ അനുവാദം നൽകിയ ഫസ്റ്റ് ആക്ട് ആണിത്. നിയമനിർമ്മാണത്തിൽ, അതായത് ലോ മേക്കിങ്ങിൽ ഇന്ത്യക്കാർക്ക് പങ്കാളിത്തം നൽകിയ ഫസ്റ്റ് സ്റ്റെപ്പും ഈ ആക്ട് ആയിരുന്നു. അതോടൊപ്പം വലിയൊരു മാറ്റം കൂടി ഉണ്ടാവുന്നുണ്ട്. അതുവരെ ബംഗാളിന് കീഴിലായിരുന്ന ബോംബെയും മദ്രാസ് പ്രസിഡൻസിക്കും അവരുടെ ലെജിസ്ലേറ്റീവ് പവർ തിരികെ നൽകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഭരണം ഒരാളിലോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിലോ മാത്രം ഒതുക്കി നിർത്താതെ താഴെത്തട്ടിലേക്കുള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട്സ് ഇവർക്കൊക്കെ അധികാരം പങ്കുവെച്ച് നൽകുന്ന രീതിയാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. സോ അതാണ് ഡീസെൻട്രലൈസേഷൻ. ഇത്രയുമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പറ്റി നോക്കാം. ഈ ആക്ടിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ കൗൺസിലുകളിൽ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം ഇതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബഡ്ജറ്റ് പവേഴ്സാണ്. കൗൺസിലിലെ അംഗങ്ങൾക്ക് ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതായത് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ബഡ്ജറ്റിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം, അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഇവർക്കില്ലായിരുന്നു. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ഇലക്ടറൽ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യയിൽ ഇലക്ടറൽ റെപ്രസെൻറ്റേഷന് തുടക്കം കുറിച്ച ഫസ്റ്റ് ആക്ട് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 ആണ്. അതേപോലെ ദാദാഭായ് നവറോജി ഈ കൗൺസിലുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഉന്നയിച്ചിരുന്നത്. സോ ഇത്രയുമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പറ്റിയിട്ട് നോക്കാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1909 വന്ന മോർലെ മിൻറ്റോ റിഫോംസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മോർലെയും വൈസ്രോയും മിൻറ്റോയും ആയതുകൊണ്ടാണ് ഈ ഒരു ആക്ടിന് പേര് വരുന്നത്. ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രലിക്സ്, ഒരു പ്രത്യേക വോട്ടർ പട്ടിക ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതാണ്. അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മുസ്ലിംസുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിലൂടെ ഈ സെപ്പറേറ്റിസം കൊണ്ടുവന്നതുകൊണ്ട് അന്നത്തെ വൈസ്രോയി ആയ ലോർഡ് മിൻറ്റോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇമ്പീരിയൽ കൗൺസിലിലെ പ്രോമിനൻറ്റ് മെമ്പറായിട്ട് മാറുന്നു. പിന്നെ സത്യേന്ദ്ര പ്രസാദ് സിൻഹ, ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആസ് എ ലോ മെമ്പർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലോ മെമ്പറായി ചേർന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. പിന്നെ ഈ ആക്ടിൽ കൊണ്ടുവന്ന ചേഞ്ചാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഒഫീഷ്യലാക്കുന്നത് ഈ ആക്ട് വഴിയാണ്.
ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിനെ മുസ്ലിംസ് സപ്പോർട്ട് ചെയ്യുകയും കോൺഗ്രസ് ഒപ്പോസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് മോർലെ മിന്റോ റിഫോംസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി നോക്കാം. ഇതിനെ മൊണ്ടാഗോ ക്ലെംസ്ഫോർഡ് റിഫോംസ് എന്നും അറിയപ്പെടുന്നു. ഇതിൽ മൊണ്ടാഗോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ക്ലെംസ്ഫോർഡ് വൈസ്രോയുമായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഡൈആർക്കി ഇൻ പ്രൊവിൻസസ്, അതായത് പ്രൊവിൻസുകളിൽ ഡൈആർക്കി അല്ലെങ്കിൽ ഡ്യുവൽ ഗവർണൻസ് കൊണ്ടുവന്നു. ഇനി ഈ ഡൈആർക്കി എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അതായത് ഭരണ വിഷയങ്ങളെ രണ്ടായിട്ട് തിരിച്ചു. റിസർവ് സബ്ജക്റ്റും ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും. ലോ ആൻഡ് ഓർഡർ, ഫൈനാൻസ് തുടങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന റിസർവ് സബ്ജക്റ്റ് തീരുമാനിക്കുന്നത് ബ്രിട്ടീഷ് ഗവർണറും ഇദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലും മാത്രമാണ്. അതേസമയം എഡ്യൂക്കേഷന്, ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന ട്രാൻസ്ഫർ സബ്ജക്റ്റ് നോക്കുന്നതിന്റെ ചുമതല ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനും വിട്ടുകൊടുക്കുന്നു. സോ ഡൈആർക്കി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇത് കൂടാതെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴിയാണ്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ, അതായത് ഇന്നത്തെ ലോക്സഭയും രാജ്യസഭയും പോലെ അന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് 2 സഭകൾ ഉണ്ടായിരുന്നു. അതാണ് ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം കമ്മ്യൂണൽ റിപ്രസെന്റേഷനിൽ സിഖുകാരെയും ആംഗ്ലോ ഇന്ത്യൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വഴി വന്ന മറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ലിമിറ്റഡ് സെൽഫ് ഗവർണൻസ്. പരിമിതമായിട്ടുള്ള സ്വയം ഭരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആക്ട് വഴിയാണ്. അതേപോലെ 1926 സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതും ഈ ആക്ട് പ്രകാരമാണ്. കൂടാതെ 1921 ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം ലഭിച്ചതും ഈ നിയമത്തിലൂടെയാണ്. സോ ഇത്രയുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പറ്റിയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റി നോക്കാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കിങ്ങിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആക്ടാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിലൂടെ ഒരു വലിയ സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുവരെ പ്രൊവിൻസസിൽ ഉണ്ടായിരുന്ന ഡൈആർക്കി അവസാനിപ്പിക്കുകയും പകരം പ്രൊവിൻഷ്യൽ ഓട്ടോണമി അഥവാ പ്രൊവിൻസസിൽ സ്വയം ഭരണം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ സെൻട്രൽ ഡൈആർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. സോ സെൻട്രൽ ഡൈആർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ പ്രൊവിൻസസിൽ ഉണ്ടായിരുന്ന ഡൈആർക്കി എൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ സംസ്ഥാനങ്ങളും പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളും ചേർന്ന് ഒരു ഫെഡറൽ സ്ട്രക്ചർ നിർദ്ദേശിച്ചെങ്കിലും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് കോഓപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ ഫെഡറൽ സ്ട്രക്ചർ നടപ്പാകുന്നില്ല. പിന്നെ സെൻട്രൽ ഉണ്ടായിരുന്ന ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. കൂടാതെ ഡിപ്രസ്ഡ് ക്ലാസസിനെയും വുമണിനെയും സെപ്പറേറ്റ് ഇലക്ടറേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ ആക്ട് വഴിയാണ്. ഇനി ഈ ആക്ടിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫോംഡ് ദ ബേസിസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇതുകൂടാതെ in 1935 RBI established at Kolkata based on Hiltonian Commission. 1926 ഹിൽട്ടണിയൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1935 കൊൽക്കത്തയിൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. കൂടാതെ 1937 ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിക്കുന്നതും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. സോ ഇത്രയുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റിയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് ക്രൗൺ റൂളിലെ ലാസ്റ്റ് ആക്ട് ആയിട്ട് വരുന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പറ്റിയിട്ട് നോക്കാം. ഈ ആക്ടിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ പൂർണ്ണമായി അവസാനിക്കുന്നത്. ഇന്ത്യയെ വിഭജിച്ച് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നിങ്ങനെ 2 ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻസ് ക്രിയേറ്റ് ചെയ്തു. ഭരണഘടന നിർമ്മിക്കുന്നത് വരെ ഈ 2 രാജ്യങ്ങൾക്കും ഡൊമിനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. കൂടാതെ വൈസ്രോയ് എന്ന പദവി നിർത്തലാക്കി പകരം വീണ്ടും ഗവർണർ ജനറൽ എന്ന പദവി കൊണ്ടുവന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി വരുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. ഈ ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ് ലാസ്റ്റ് വൈസ്രോയും അതേപോലെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയും. ത്രൂ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 India became a sovereign democratic nation. Then Constituent Assembly formed in 1946 became the Parliament of Indian Dominion. ക്രൗൺ റൂളിന്റെ അണ്ടറിൽ നമ്മൾ പഠിച്ച ഇത്ര ആക്ടിനെ പറ്റിയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ ആക്ടിലാണ് ക്രൗൺ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇറ്റ് എൻഡഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ. ദെൻ ഗവർണർ ജനറലിനെ റീപ്ലേസ് ചെയ്ത് വൈസ്രോയ് വരുന്നുണ്ട്. ദെൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ക്രിയേറ്റഡ്. ഇന്ത്യൻ സിവിൽ സർവീസസ് ഫോർമലൈസ്ഡ്. ദെൻ അതിനുശേഷം വരുന്നതാണ് 1861 ഏത് ആക്ട്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. This act allowed Indians to participate in the Viceroy's Council. Also, decentralization സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 വഴിയാണ്. ദെൻ അതിനുശേഷം വന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. This act introduced indirect elections, increased number of Indians in councils. Also, ഇലക്ട്രൽ റെപ്രസെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 വഴിയാണ്. ദെൻ അതിനുശേഷം വന്ന ആക്ടാണ് 1909 മോർലെ മിൻറ്റോ റിഫോംസ്. ദിസ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് സെപ്പറേറ്റ് ഇലക്ട്രലേറ്റ്സ് ഫോർ മുസ്ലിംസ്. അതായത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർലെ മിൻറ്റോ റിഫോംസ് വഴിയാണ്. ദെൻ അതിനുശേഷം വരുന്ന ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ദിസ് ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. അതേപോലെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവന്നു. കൂടാതെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ആക്ട് വഴിയാണ്. ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ലിമിറ്റഡ് സെൽഫ് ഗവർണൻസ്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇറ്റ് എൻഡഡ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. അറ്റ് ദ സെയിം ടൈം ഡയാർക്കി introduced in center. Then separate electorates extended for depressed classes and women. Then significance of this act endana? It formed the basis of Indian constitution. Also the establishment of RBI and federal court. Then crown rule varuna last act ana Indian Independence Act 1947. It ended the British rule in India. It led to the partition of India and India and Pakistan were created. ദെൻ പിന്നെ വന്നൊരു ചേഞ്ചാണ് വൈസ്രോയി എന്ന പോസ്റ്റ് അബോളിഷ് ചെയ്യുകയും ഗവർണർ ജനറൽ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് ഗവർണർ ജനറലാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ. ദെൻ ത്രൂ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഇന്ത്യ ബിക്കെയിം എ സോവറിയൻ ഡെമോക്രാറ്റിക് നേഷൻ. സോ ഇത്രയും ആക്ട്സിനെ പറ്റിയിട്ടാണ് നമുക്ക് ക്രൗൺ റൂളിൽ പഠിക്കാനുള്ളത്. സോ ഫ്രണ്ട്സ്, ഇന്ത്യൻ പൊളിറ്റിയിലെ ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ആക്ടുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ സിംപ്ലി സ്റ്റഡി GK എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next class.